ശേഷം പിന്നീട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, സമൂഹത്തിൽ ദീന് പ്രചരിക്കുന്നതിന്റെ പിന്നൊരു മാർഗമുള്ളത് സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് ദീനീബോധം ഉണ്ടായാൽ കുട്ടികളിലൂടെ ദീനീബോധം വളരും. അപ്പൊ സ്ത്രീകൾ കുട്ടി ദീന് പഠിക്കാൻ പാടില്ല, അവർ മദ്രസയിൽ പോകാൻ പാടില്ല, 7ാം ക്ലാസ്സിന് മേലെ അവരെ പഠിപ്പിക്കാൻ പാടില്ല. ഇന്നിപ്പോ അവരുടെ അടിയിൽ തന്നെ വനിതാവാസികൾ വരേണ്ട കാലം മാറി. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു കാലം ഇവർക്ക് പിന്നിട്ട് പോയിട്ടുണ്ട്. ആ പിന്നിട്ട് പോയ കാലത്തെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മതി ഈ വീരവാദങ്ങളൊക്കെയും എന്ന് പറയാൻ വേണ്ടിയിട്ട് അതൊക്കെ പറയുന്നത്. അങ്ങനെ പെൺകുട്ടികൾ പള്ളിയിൽ വരാൻ പാടില്ല, ദീന് പഠിക്കാൻ പാടില്ല, ഒരു നല്ല സംരംഭത്തിന് അവർ പോകാൻ പാടില്ല. 2 ആഴ്ച മുമ്പ് പത്രത്തിൽ വന്നിരുന്നു, അപ്പവാണിവ നേർച്ചയുടെ പള്ളിയുടെ മുറ്റത്തെ ഒരു ഫോട്ടോ. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് സംഘടിപ്പിച്ചിട്ട് നോക്കണം, ആണും പെണ്ണും കൂടി എങ്ങനെ കൂടി നിൽക്കുന്നത് എന്ന്. അതിനൊരു കുഴപ്പമില്ല. ഏതെങ്കിലും വയലിന് വേണ്ടിയിട്ട് ഏത് പൊന്തക്കാട്ടിൽ ചൂട്ടും കെട്ടിപ്പോയാലും പ്രശ്നമില്ല. ദീനിയായ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്ത്രീയും പുരുഷനും കൂടിക്കലരാനുള്ള സകല മാർഗങ്ങളും ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ പോയി ജുമുഅ ഖുതുബയിൽ പങ്കെടുത്താൽ പ്രശ്നം എന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണുങ്ങൾക്ക് ദീനീബോധം ഉണ്ടാകുന്നതും മുടക്കി. ഇത്രയും സംഗതികൾ പോയി. പിന്നെ ദീനിന് ഇജ്ജത്തുണ്ടാകുന്ന ഒരു സംഭവമാണ് സംഘടിത സക്കാത്ത്. സംഘടിത സക്കാത്തിലൂടെ ആളുകൾക്ക് ദീനിന്റെ സക്കാത്ത് വിതരണത്തോടും പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ ഇസ്ലാം വെച്ചിട്ടുള്ള അതിന്റെ നിത്യനൂതനമായ എല്ലാ കാലഘട്ടങ്ങൾക്കും കാലദേശ വ്യത്യാസങ്ങൾക്ക് അതീതമായി നിലനിൽക്കുന്ന അതിന്റെ ആ വശ്യമനോഹാരിതമായ മുഖം അതെങ്ങാനും അനുഭവപ്പെട്ടിട്ട് ആളുകൾ ഇതിലേക്ക് ആകൃഷ്ടരാകുമോ എന്ന് ഭയന്നിട്ട് സക്കാത്ത് സംഘടിതമായിട്ട് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ധനികന്റെ വീട്ടുപടിക്കൽ വെയിറ്റിംഗിൽ വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോ പട്ടിയുടെ കുരയും അതിനേക്കാളും ഗൗരവമുള്ള ഈ മുതലാളിയുടെ നോട്ടവും സഹിച്ച് പാവപ്പെട്ടവൻ സഞ്ചിയും നീട്ടി നിന്നാൽ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന പിച്ച, അതാണ് സക്കാത്ത് എന്ന് വരുത്തി തീർത്തു. സക്കാത്ത് എന്ന് പറയുന്ന വലിയ ഒരു മാർഗത്തെയും ഇവർ നശിപ്പിച്ചു. അപ്പോൾ ദീന് സമൂഹത്തിൽ പ്രചരിക്കാനുള്ള എല്ലാ വാതിലുകളും അടച്ചു. ശത്രുക്കളുടെ പ്രചാരണത്തിൽ അവരുടെ കയ്യിലെ ചട്ടുകങ്ങളായി ഈ സാധുക്കൾ മാറി. എന്നിട്ട് ഇവർ പറഞ്ഞു, സ്ത്രീകൾ ഇങ്ങനെ ഖുർആൻ പഠിക്കാൻ പാടില്ല, ഹദീസ് പഠിക്കാൻ പാടില്ല, മദ്രസ പാടില്ല, ഖുതുബ ആളുകൾക്ക് തിരിയുന്നത് പോലെ ആകാൻ പാടില്ല, സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല, സക്കാത്ത് സംഘടിതമായിട്ട് വിതരണം ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ കൂടി ആകെ കൂടി എന്നിട്ട് പകരം കുറെ അന്ധവിശ്വാസങ്ങളും അതിനെക്കുറിച്ചൊക്കെ കൂടി ഇവിടെ പറയാൻ നേരമില്ല. എന്നിട്ട് ഇതൊക്കെ കൂടി ആയതിനു ശേഷം പിന്നെ നോക്കുമ്പോ നാട്ടിൽ ഇസ്ലാമിക പ്രവർത്തകരുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ കുറെ ദീനിയായ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനയുടെ ആളുകൾ സംസാരിക്കുമ്പോൾ ഒക്കെ ദീനിയായ വിഷയങ്ങളെ കുറിച്ച് പറയും. അംറും ബിൽ മഅറൂഫി വനഹ്യുൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നമ്മുടെ ജോലിയാണ്. അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ പറയും. അതുകൊണ്ട് ദീനീബോധം നമ്മോട് സംസാരിച്ചാലും കുറച്ചൊക്കെ കിട്ടും. നമ്മോട് സംസാരിച്ചാൽ ദീനുണ്ടായി പോകുമെന്ന് പേടിച്ചിട്ട് ഇവരോട് മുണ്ടാൻ പാടില്ല, സലാം പറയരുത്, അതും മുടക്കി. സലാം പറഞ്ഞാലല്ലേ സംസാരം ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് പറഞ്ഞാൽ മടക്കണ്ട, അങ്ങോട്ട് പറയാനും വേണ്ട, അതോടുകൂടി അതും തീർന്നു. വലാ തഖൂലൂ ലിമൻ അൽഖാ ഇലൈക്കും അസ്സലാമ ലസ്ത മുഅ്മിനൻ, നിങ്ങളോടൊരാൾ വന്നിട്ട് ഇങ്ങോട്ട് സലാം പറയുമ്പോൾ നീ മുസ്ലിമല്ല, നീ മുഅ്മിനല്ല എന്ന് നിങ്ങൾ പറയരുത്. വിശുദ്ധ ഖുർആൻ പറയാണ്. ഖുർആനായത്തപ്പോഴേ അറിഞ്ഞതെന്നറിയോ? നാട്ടിലൊക്കെ ഒരു കാര്യമില്ലാതെ നടന്നിട്ട് ജമാഅത്തെ ഇസ്ലാമി കാഫറാണെന്ന് പ്രസംഗിച്ചു നടക്കുന്നവർ മനസ്സിലാക്കണം, ഈ ആയത്തിറങ്ങിയത് ഉസാമ റളിയല്ലാഹു അൻഹു ജുഹൈന ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. യുദ്ധത്തിന് പോയിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് അള്ളാഹുവിന്റെ കലിമത്തിനെ ഉന്നതമാക്കാൻ വേണ്ടിയിട്ട് ജിഹാദ് നൽകിയവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ട അനുയായികൾ ഇങ്ങനെ വാളും പിടിച്ചിട്ട് ഇങ്ങോട്ട് യുദ്ധം പ്രഖ്യാപിച്ച ശത്രുക്കളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട് പോകുന്ന സന്ദർഭത്തിൽ ശത്രു സംഘത്തിൽപ്പെട്ട ഒരു വ്യക്തി മുന്നിൽപ്പെട്ടു. പെട്ടപ്പോ അയാൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സലാം ചൊല്ലി, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഈ ഉസാമ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയാണ്, ഇയാൾക്ക് ആത്മാർത്ഥതയില്ല, മരിച്ചപ്പോൾ ആ സംഭവം വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലേ ഞാൻ അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒരുത്തൻ എന്റെ മുമ്പ് പെട്ടു, എന്നെ കണ്ടപ്പോ അയാൾ ദിക്ർ ഇല്ല, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സലാം പറഞ്ഞു, എന്തോന്ന് പറഞ്ഞു ഇരിക്കട്ടെ. അപ്പോ ഞാൻ അയാളെ വെട്ടി, അയാൾ മരിച്ചു. റസൂലേ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, റസൂൽ ചോദിച്ചു, നീ അയാളെ ചൂഴ്ന്നു നോക്കിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷവും നീ അയാളെ കൊന്നോ? അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷവും നീ അയാളെ കൊന്നോ? മാദാ തഫഅലു ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, മാദാ തഫഅലു ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദാ ജാഅത് യൗമൽ ഖിയാമ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് ആ മനുഷ്യൻ അന്ത്യദിനത്തിൽ വന്നാൽ ഉസാമ നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് പ്രവാചകൻ അയാളെ ഉറപ്പിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു ആകെ കൂടി ബേജാറായി, റസൂലേ താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഈ മനുഷ്യൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴൊക്കെയും ഉസാമയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് വന്നാൽ നീ എന്ത് ചെയ്യും ഉസാമ? ആ പശ്ചാത്തലത്തിൽ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആൻ ഇറങ്ങി, വലാ തഖൂലൂ ലിമൻ അൽഖാ ഇലൈക്കും അസ്സലാമ ലസ്ത മുഅ്മിനൻ തുരീദൂന ഹർമൽ ഹയാത്തദ് ദുനിയ, ഇഹലോകത്തിലെ ഭൗതികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് സലാം പറയുന്നവരോട് നിങ്ങൾ മുഅ്മിനല്ല നിങ്ങൾ പറയരുത് എന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ നസ്സുണ്ടായിരിക്കെ, മൻ സല്ലാ സലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാലിക്കൽ മുസ്ലിം, നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കാം, നമ്മൾ സ്വീകരിച്ച ഖിബ്ലയെ സ്വീകരിക്കുക, നമ്മൾ അറുത്തത് ഭക്ഷിക്കുക, ഇത് മൂന്നും ചെയ്യുന്നവനാണോ എങ്കിൽ ഫദാലിക്കൽ മുസ്ലിം, അയാളാ മുസ്ലിം. പിന്നെ അയാളെ ഉള്ളി ഓർന്നു നോക്കേണ്ട പണി നിൽക്കില്ല, അയാളോട് സലാം പറയണം, ബഹുമാനിക്കണം എന്നൊക്കെ ഖുർആൻ പറഞ്ഞിരിക്കെ ഇവർ പാവങ്ങളായ പാമരന്മാരോട് പറഞ്ഞു പറ്റിച്ചു, നിങ്ങൾ അവരോട് സലാം പറയരുത്. ഇങ്ങനെ ദീന് പ്രചരിപ്പിക്കാനുള്ള എല്ലാ വാതിലും അടച്ചു.
ഇവര് ബോധപൂർവം ചെയ്തതാണെന്ന് ഞാൻ പറയുന്നില്ല. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പ്രചാരണത്തിൽ ഇവർ പെട്ടു എന്നെങ്കിലും മനസ്സിലാക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. അങ്ങനെ ഒക്കെ ദീന് പ്രചരിക്കുന്നതിന്റെ സകല വാതിലുകളും അടച്ചതിന് ശേഷവും ഇവർ നോക്കുമ്പോൾ സമൂഹത്തിൽ ദീനിങ്ങനെ അനുദിനം വളരുന്നു, ദീനീബോധം ഉണ്ടാകുന്നു, ചെറുപ്പക്കാർ ഇസ്ലാമികമായിട്ട് സംഘടിക്കുന്നു, വളരുന്നു. എവിടെന്നാണ് ഇത്, എന്താണ് ഇതിന്റെ പിന്നിൽ, ആരാണിതിന് കാരണം എന്നൊക്കെ അവർ നോക്കിയപ്പോൾ അവർ കണ്ടു അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമിയോട് ഇത്ര വലിയ വിരോധം. ഇസ്ലാമികമായ ബോധം വളരുന്നതിന്റെ എല്ലാ വാതിലുകളും അടച്ചതിന് ശേഷവും പിന്നെയും ദീന് വളർത്തുന്നതിന്റെ പിന്നിൽ ഈ പ്രസ്ഥാനമായതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വിമർശിക്കൽ ഇവർ മുഖ്യ പരിപാടിയാക്കി. അതല്ലാതെ ജമാഅത്തെ ഇസ്ലാമി വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ശാന്തമായിട്ട് ആലോചിച്ചാൽ ഞാൻ ഈ പറയുന്ന സംഗതികളൊക്കെയും സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വരും.